തേങ്ങ അരച്ച് വെച്ച് നല്ലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും എടുത്ത് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്ക് അരപ്പിനായിട്ട് ഞാനിവിടെ 2 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ നോർമൽ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. ചട്ടി ചൂടായതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ വഴന്നു വരുമ്പോൾ ഉള്ളിയും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ്ഡ് തക്കാളി ചോപ്പ് ചെയ്തും കൂടി ഇട്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും ഒരു 3 കഷ്ണം കുടംപുളിയും ഇട്ട് കൊടുത്ത്, മാങ്ങ ഇട്ടുള്ളവർക്ക് മാങ്ങയും ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഇട്ട ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഞാനിവിടെ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലപോലെ വേവിച്ച് കുറുക്കിയെടുക്കാം. ചെമ്മീനിട്ടതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. തലേ ദിവസം വേവിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്